രശ്മി ചോദിച്ചത് ശരിയാണ്. കാരണം അതായത് നമ്മളുടെ ചിന്തയെ നമ്മുടെ ഗാഡ്ജറ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ. നമുക്ക് നമ്മളൊരു കാര്യം പണ്ടൊക്കെ അതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാം റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് കാണും. ഇപ്പോൾ ആളുകൾ പറയുന്നത് ഒരു കാര്യം ചിന്തിക്കുമ്പോഴേക്കും സാറേ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി എന്താണ്? ഇത് ടെക്നോളജിക്കലി ഇത് പോസിബിൾ ആണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. നമ്മുടെ ബ്രെയിൻസ് അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും പ്രത്യേകതരം ബ്രെയിൻ വേവുകൾ ഉണ്ടാകും. ഈ ബ്രെയിൻ വേവ്സിനെ നമുക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് ഡിക്കോഡ് ചെയ്യാൻ പറ്റും. ഈ ബ്രെയിൻ വേവ്സിനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഗാഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് കൃത്യമായിട്ട് റീഡ് ചെയ്ത് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കണ്ടൻസ് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇത് ടെക്നോളജിക്കലി പോസിബിൾ ആണ്. ബട്ട് ഇന്ന് നമ്മൾ വലിയ ചില കണ്ടുപിടുത്തങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് ആളുകൾ അറിയിക്കില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ അത് പാനിക്കാവും, അല്ലെങ്കിൽ ആളുകൾ അതിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കും. സുഭാഷ് സാർ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്ന സാധനം തന്നെ ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് ഫീഡ്സ് ആയിട്ട് വരുത്താൻ പറ്റും. കാരണം നമ്മുടെ ബ്രെയിനിൽ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, ന്യൂറോൺസിലേക്ക് അത് എത്തുന്നുണ്ട്. ആ കൃത്യമായ വേവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീകോഡ് ചെയ്യാൻ പറ്റും. അത് ഡീകോഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരുപാട് ടെക്നോളജീസ് ഉള്ളത്. അപ്പോൾ ആ ടെക്നോളജിയിൽ നമ്മൾ വിശ്വസിക്കും. പക്ഷെ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ചിന്തിക്കുമ്പോഴേക്കും ഫോണിൽ വരികയെ ഒന്നും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അത് പോസിബിളാണ്. ഓക്കെ, ഇനി വരാൻ പോകുന്നൊരു ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ളൊരു ലോകമാണ്.